ഒരാഴ്ചത്തെ ഹോളിഡേ കഴിഞ്ഞ് വന്നപ്പോൾ നാടൻ ഭക്ഷണം കഴിക്കാൻ വളരെയധികം കൊതി. ഗാർഡനിൽ ഇറങ്ങി നോക്കിയപ്പം കുറേ കുക്കുംബർ നിൽക്കുന്നു. സാലഡ് കുക്കുംബറാണ് കേട്ടോ. കുറെ ഞാൻ അരിഞ്ഞ് സാമ്പാറിന് കഷ്ണങ്ങളാക്കി, പരുവത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചു. ബാക്കി പച്ചയ്ക്ക് തിന്നാനായിട്ട് സാലഡ് കുക്കുംബറായിട്ട് തന്നെ വെച്ചു. ബാക്കി എല്ലാം കൂടെ അരിഞ്ഞെടുത്ത് പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഇതെല്ലാം കൂടെ എങ്ങനെ തീർക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. അത് കാരണമാണ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണിച്ചത്. പച്ചടിയുടെ റെസിപ്പി അറിയാൻ മേലാഞ്ഞ കാരണം യൂട്യൂബിൽ തന്നെ നോക്കി പച്ചടി ഉണ്ടാക്കി. കട്ടത്തൈര് ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച കട്ടത്തൈര, പുളി കുറവുള്ള തൈരായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രുചിയായിരുന്നു. കറിവേപ്പിലയും ചുവന്നുള്ളിയും ഒന്നും ഇല്ലാഞ്ഞത് കാരണം ഉണ്ടായിരുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പച്ചടി തട്ടിക്കൂട്ടി. പക്ഷേ സാലഡ് കുക്കുംബർ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെന്ന് ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയത്തില്ലായിരുന്നു. എന്താണേലും അത് അങ്ങനെ ഞാൻ നന്നായിട്ട് അത് യൂസ്ഫുൾ ആക്കി എടുത്തു. അല്ലെങ്കിൽ അത് ഫുള്ള് എങ്ങനെ കഴിച്ചു തീർക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ ആർക്കും വലിയ താല്പര്യമില്ല കുക്കുംബർ ചുമ്മാ പച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അടുത്തത് ഇത് ഞങ്ങളുടെ തന്നെ ഗാർഡനിൽ പറിച്ച ബീൻസ് ആണ്. ഇത് പർപ്പിൾ കളറുള്ള ബീൻസ് ആണ്. ഇത് പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ കളർ നേരെ പച്ച കളർ തന്നെയാകും കേട്ടോ. അങ്ങനെ ഞാൻ ബീൻസ് അരിഞ്ഞു. ഒരു സബോള എടുത്തിട്ടുണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടാണ്. പച്ചമുളക്, പർപ്പിൾ കളറിലെ പച്ചമുളക്, അത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടിയ പർപ്പിൾ കളറിലെ പച്ചമുളക്. അതിന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പതേ ഇതാ സബോളയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു. എണ്ണയൊക്കെ ചെറിയ രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയെല്ലാം കട്ടിയാകായിരുന്നു. അങ്ങനെ കിട്ടുന്നത് സാധാ നാടൻ മെഴുക്ക് പുരട്ടി. ഞങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എരിവ് കൂടുതൽ കഴിക്കാൻ തോന്നിയതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടത്. അല്ലെങ്കിൽ പച്ചമുളക് എടുത്തില്ല, നേരെ മുളക് പൊടി ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇരുമ്പ് ചീനച്ചട്ടി കാരണം ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഇരുന്ന് ആയിക്കോളും. നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോകാനായിട്ട് നിൽക്കണ്ട. ഈ ചീനച്ചട്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങളായി. വളരെ നല്ല ക്വാളിറ്റിയുള്ള ചീനച്ചട്ടിയാണിത്. അടുത്തത് ഞാൻ ചീരയിലേക്ക് പോയി. പൊടിത്തേങ്ങ, പ്ലാസ്റ്റിക് തേങ്ങ എന്ന് ഞാൻ പറയും, പ്ലാസ്റ്റിക് തേങ്ങ അല്ല, ഈ പൊടിത്തേങ്ങ എന്ന് പറയും. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന തേങ്ങയാണ്. അത് ഫ്രഷ് അല്ല, അതിന്റെ പാലെടുത്തിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങാ പൊടി എന്ന് പറയും. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് വീർത്ത് തേങ്ങ പോലെ ഇരിക്കും. പക്ഷെ ഫുള്ള് നല്ല തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഫ്രഷ് തേങ്ങയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചീര കുനുകുന അരിഞ്ഞു, സവാളയിട്ട് വഴറ്റി. ഇനിയിപ്പം പ്ലാസ്റ്റിക് തേങ്ങയും ഇച്ചിരി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും എടുത്തിട്ട് സാധാ ഒരു തോരൻ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചീരത്തോരൻ വെക്കുമ്പോൾ കുരുമുളക് പൊടി ഇടും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചീരത്തോരൻ കുരുമുളക് പൊടി ഇട്ട് കഴിക്കാനായിട്ട്. അതാണ് ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്ക സ്രാവാണ്. അത് ഞാൻ വെള്ളത്തിലെടുത്തിട്ടായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ. അത് ഞാൻ വേഗം ഇച്ചിരി മുളക് പൊടി ഇട്ട് തിരുമ്മി ഫ്രൈ ആക്കി എടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ചീരയും ബീൻസ് മെഴുക്കുവരട്ടി എല്ലാം വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഉണക്കമീൻ വറുത്തെടുത്ത് എന്നിട്ട് ഞാൻ വൈകുന്നേരമായപ്പം പ്ലേറ്റിൽ ചോറ് വിളമ്പി. പച്ചടി, മെഴുക്കുവരട്ടി, തോരൻ, ഉണക്കമീൻ ഫ്രൈ ആയിട്ട് അന്തസ്സായിട്ട് വയറ് നിറച്ച് ചോറുണ്ട്.